ഒരു ദിവസം ചെക്കുവിനെ കൂടാതെയാണ് അപ്പുവും ശ്രീധരനും മൂരികളെയും കൊണ്ട് പുഴയിലേക്ക് പോയത്. അന്ന് അപ്പു ശ്രീധരനോട് സ്വകാര്യമായി പറഞ്ഞു, ഞാൻ നിനക്കൊരു സംഗതി കാട്ടിത്തന്നാൽ നീ ആരോടും പറയൂല എന്ന് ഈശ്വരനെ പിടിച്ച് ആണയിടണം. ഈശ്വരനാണെ ആരോടും പറയില്ല. ശ്രീധരൻ സത്യം ചെയ്തു. പുഴക്കരയിൽ ഒരു പാറയുടെ അരികിലേക്ക് അപ്പു നടന്നു. പിന്നാലെ ശ്രീധരനും. പാറയുടെ പിറകിലെ പൂഴിമണ്ണിൽ ഒരിടത്ത് അപ്പു മാന്തി കുഴിച്ച് ഒരു സാധനം പുറത്തെടുത്തു. ഒരു വലിയ കുപ്പി. കുപ്പി അടച്ചിരുന്ന മുളയില കൊണ്ടുള്ള തിരിക്കടപ്പ് കടിച്ചു വലിച്ചെടുത്തു. കുപ്പി വായിൽ ചെരിച്ചു പിടിച്ച് അതിലുണ്ടായിരുന്ന വെള്ളം 3-4 ഇറക്ക് കുടിച്ചു. പിന്നെ പുഴയിൽ നിന്നും ഒരു കുടുന്ന വെള്ളം മുക്കി കുപ്പിയിലൊഴിച്ച് പഴയ പോലെ നിറച്ച് തിരിക്കമർത്തി അവിടെ തന്നെ കുഴിച്ചിട്ടു. അക്കു അമ്മാവൻ്റെ റാക്കാണ്, അപ്പു ചുണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുവിൻ്റെ ഒരു അകന്ന കുടുംബക്കാരനാണ് ചെക്കു. ശ്രീധരനൊന്നും മനസ്സിലായില്ല. അപ്പു വിവരിച്ചു പറഞ്ഞു കൊടുത്തു. കുന്നിൻ ചെരുവിലെ വലിയൊരു കുഴിയിൽ വെച്ച് ചെക്കു ഉച്ച നേരത്തെ പനങ്കള്ള് കൊണ്ട് റാക്ക് കാച്ചു. വാറ്റിയെടുത്ത് കള്ളച്ചാരായം കുപ്പിയിൽ നിറച്ച് കുപ്പികൾ പുഴക്കരയിലെ ഒരു പാറയുടെ പിറകിലെ പൂഴിമണ്ണിൽ കുഴിച്ചിടും. സന്ധ്യ കഴിഞ്ഞാൽ വന്ന് മാന്തിയെടുത്ത് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി വിൽക്കും. അന്ന് മൂരികളെ കുളിപ്പിച്ച് മടങ്ങുമ്പോൾ അപ്പുവിന് നല്ല അമല്. അവൻ ആനന്ദത്തോടെ ചില തോന്നിയാസ പാട്ടുകൾ പാടി. ചേനപ്പറമ്പിലെ ഉണ്ണൂരി അമ്മയും പാണങ്കണാരനും ചിറ്റമായി, കഞ്ഞിക്കലത്തിന് താടി വന്നു, പിന്നെ കൊമ്പൻ മരത്തിന് മീശ വന്നു. അപ്പു വഴിക്കരികെ കണ്ട അപ്പയും തുമ്പയും പറിച്ചു വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു, റാക്കിൻ്റെ നാറ്റം പോകാൻ. കിഴക്കേ ചാലിയിൽ എരണ്ടകൾ കൂട്ടത്തോടെ പറന്നു വീഴും. അവ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഞണ്ടുകളെയും മീനുകളെയും പരുതി നീങ്ങുന്നത് കൗതുകകരമായൊരു കാഴ്ചയാണ്. മനുഷ്യരെ അടുത്ത് കണ്ടാൽ അവ കൂട്ടത്തോടെ പറന്നു കളയും. എരണ്ടകളെ പിടിക്കുന്ന വിദ്യ അപ്പുവിനറിയാം. അവൻ പഴയ മൺകലത്തിൽ 2 ദ്വാരങ്ങളുണ്ടാക്കി തലയിൽ കമഴ്ത്തി മൂടി മെല്ലെ വെള്ളത്തിലിറങ്ങി കഴുത്തുവരെ മുങ്ങും. തല മൂടിയ കാലം മാത്രമേ വെളുക്ക് കാണുകയുള്ളൂ. അടുത്തേക്ക് ഒഴുകിവരുന്ന കലത്തിനടിയിൽ അപ്പു എന്നൊരു വിരുദ്ധനുണ്ടെന്ന കഥ പാവം എരണ്ടകൾക്ക് മനസ്സിലാകുകയില്ല. എരണ്ട അടുത്തെത്തിയാൽ അപ്പു വെള്ളത്തിൽ നിന്ന് കൈപൊക്കി തരത്തിൽ ഒറ്റപ്പിടുത്തം. നടന്നതെന്താണെന്ന് അടുത്തുള്ള എരണ്ടകൾ പോലും അറിയുകയില്ല. അത്ര വിദഗ്ധമായിട്ടാണ് അപ്പുവിൻ്റെ കയ്യും കലാശവും. ചിലപ്പോൾ അപ്പു